ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് പച്ച പപ്പായയും ചേമ്പിൻ താളും വെച്ചിട്ടുള്ള ഒരു ഓലനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ തേങ്ങാപ്പാലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ഏകദേശം ഒരു 2 ചേമ്പിൻ താള് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു മീഡിയം സൈസ് പപ്പായയും എടുത്തിട്ടുണ്ട്. പപ്പായ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഓലൻ ഉണ്ടാക്കുമ്പോൾ പപ്പായ എപ്പോഴും ഇതുപോലെ നീളത്തിൽ കുറച്ച് നേരിയതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ചേമ്പിൻ താളും പപ്പായയും നമ്മൾ ഒരുമിച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ചേമ്പിൻ താള് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് പപ്പായയും വെന്ത് കിട്ടണം. അതുകൊണ്ടാണ് ഇങ്ങനെ വളരെ നേരിയതായിട്ട് അരിഞ്ഞെടുക്കുന്നത്. അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പപ്പായ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചേമ്പിൻ താളൊന്ന് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. ചേമ്പിൻ താളിൻ്റെ തൊലി നമുക്ക് കൈകൊണ്ടും കളയാം, ഇതുപോലെ കത്തി കൊണ്ടും കളയാം. ഇപ്പോൾ ചേമ്പിൻ താളിൻ്റെ തൊലിയൊക്കെ നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ചേമ്പിൻ താള് ഈ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഭാഗം 4ആയി കീറി കൊടുക്കാം. ഏകദേശം പപ്പായ കട്ട് ചെയ്തെടുക്കുന്ന അതേ ലെങ്ത്തിൽ വേണം ചേമ്പിൻ താളും കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചേമ്പിൻ താള് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് പപ്പായയുടെ കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കർ നിറയെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, കാരണം ഇത് വെന്ത് കഴിയുമ്പോൾ ഈ കുക്കറിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ കാണുള്ളൂ. ഇനി നിങ്ങൾക്കിത് കുക്കറിലല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സാധാരണ പാത്രത്തിലിട്ടും വേവിച്ചെടുക്കാം. ഞാൻ ഇന്നിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓലനായതുകൊണ്ട് തന്നെ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല, വളരെ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇത്രയും വെള്ളത്തിൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് കൂടിയ തീയിൽ ഒരു വിസിലടിക്കുന്നത് വരെ കുക്ക് ചെയ്യണം. അപ്പോൾ ഇതാ കുക്കർ ഒരു വിസിലടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പപ്പായയും ചേമ്പിൻ താളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം, നമ്മൾ കുക്കർ നിറയെ ചേമ്പിൻ താളും പപ്പായയും ഇട്ട് കൊടുത്തിരുന്നു. ഇത് 2 ലിറ്ററിൻ്റെ കുക്കറാണ്, അതിൽ നിറയെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ വെന്ത് കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇളക്കി നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഓലൻ റെഡിയായി. വളരെ സിമ്പിളാണ് ഈ ഒരു ഓലൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അവസാനമായിട്ട് ഏകദേശം ഒരു 5 അല്ലി വെളുത്തുള്ളിയും 2 വറ്റൽമുളകും വെളിച്ചെണ്ണയിൽ താളിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ പപ്പായയും ചേമ്പിൻ താളും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഓലനാണിത്. ഇനി ഈ ഒരു ഓലൻ ചേമ്പിൻ താള് മാത്രം വെച്ചിട്ടും പപ്പായ മാത്രം വെച്ചിട്ടും ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോഴും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി തീർച്ചയായും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.